വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് എനിക്ക് ക്വാണ്ടിറ്റിയിലുള്ള ചിക്കൻ സ്റ്റൂയുടെ ഓർഡറാണ് ആൻഡ് അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. 1 kg ചിക്കൻ സ്റ്റൂയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു 4 kg ചിക്കൻ സ്റ്റൂയുടെ റെസിപ്പിയാണ്. ആദ്യം തന്നെ ചിക്കൻ വലിയൊരു സ്പേസ് ഉള്ള ഉരുളിയിലോട്ട് ആഡ് ചെയ്യാം. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒരു ഉരുളിയിലോട്ട് ആഡ് ചെയ്യുക. ആൻഡ് ഒരു വലിയൊരു പിടി ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഗ്രീൻ ചില്ലി ഒരു 15, 4 മീഡിയം സൈസ് സിനമൺ, മുഴുവനായിട്ടുള്ള പെപ്പർ ഒരു പിടി, കറിയാമ്പൂ ഒരു ചെറിയൊരു പിടി, ആൻഡ് കാർഡമം ഒരു 20, ആൻഡ് സോൾട്ട് ആവശ്യത്തിന്. ആൻഡ് സ്ലൈസ്ഡ് അണിയൻസ് ഒരു 4 പിടി. ഈ സ്ലൈസ്ഡ് അണിയൻസ് ആണ് ഈ ചിക്കൻ സ്റ്റൂവിന് മെയിനായിട്ട് ഫ്ലേവർ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതെപ്പോഴും സ്ലൈസ്ഡ് അണിയൻസ് എപ്പോഴും ചിക്കൻ ഇതുപോലെ സിയർ ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്യണം. ഇനി ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് വേണം രണ്ടാം പാൽ ഒഴിച്ച് വേവിക്കാനായിട്ട്. ചിക്കനിലുള്ള വെള്ളം ഇപ്പോൾ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ രണ്ടാം പാൽ ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഈ ഒരു സ്റ്റെപ്പ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ചിക്കൻ സ്റ്റൂവിന് മെയിൻ ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്. ഞാനൊരു 3 തേങ്ങയുടെ രണ്ടാം പാൽ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ചിക്കൻ കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. കുറച്ചുകൂടി ചിക്കൻ കുക്കാവാനുണ്ട്. എന്നിട്ട് വേണം തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഈ ഒരു വെള്ളവും ഒരു പകുതി വറ്റിയിട്ട് വേണം തിക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാനായിട്ട്. ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കട്ടിയുള്ള പാല് ഒഴിക്കാം. ഞാനൊരു 6 തേങ്ങയുടെ കട്ടിയുള്ള പാലാണ് ഒഴിക്കുന്നത്. പാലൊഴിക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പാലൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. ഇടയ്ക്ക് ഇതുപോലെ തന്നെ സ്റ്റേർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അണിയൻസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഈ അണിയൻസ് മൊരിയിക്കുമ്പോൾ ഇതുപോലെ മൊരിയിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ടൊന്ന് സോട്ടേ ചെയ്തിട്ട് ചിക്കൻ സ്റ്റൂവിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ മസാല പൗഡറാണ് യൂസ് ചെയ്തത്, ഗരം മസാല പൗഡർ. ഇനി കുറച്ച് കറി ലീവ്സൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഇനി പൊട്ടേറ്റോ ക്യാരറ്റും ആണ് ആഡ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ആഡ് ചെയ്താൽ മതി. ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് പൊട്ടേറ്റോയും ക്യാരറ്റും വേണം ആഡ് ചെയ്യാൻ. ആൻഡ് നട്ട്സ് അരച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റൂവിലോട്ട് ആഡ് ചെയ്യാം. ബട്ട് ഇത് പാക്കിങ്ങിൽ പോകുന്ന കാരണം പെട്ടെന്ന് കേടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നട്ട്സ് അരച്ചത് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ബട്ട് നട്ട്സ് അരച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിലും ആഡ് ചെയ്യാം. ബട്ട് അതും ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കത് ഗ്രീൻ പീസ് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 3 പൊട്ടേറ്റോവും ക്യാരറ്റും ഇതുപോലെ പ്രഷർ കുക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണം. ഞാൻ കുറച്ച് ഗരം മസാല ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചെറിയ നല്ലൊരു ഫ്ലേവർ വരാനായിട്ട് ഇതുപോലെ ലാസ്റ്റ് മിനിറ്റ് ഗരം മസാല ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ടു kg ആണ്.